ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ കടമറ്റം പള്ളിയിലാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ് കടമറ്റം പള്ളി. 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളി നിർമ്മിച്ചത് കേട്ടോ. കടമറ്റം പള്ളിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് മഹാമാന്ത്രികനായിരുന്ന കടമറ്റത്തെ കത്തനാർ അല്ലേ. അപ്പോൾ കത്തനാരുടെ ഒരു അത്ഭുത ശക്തികളിലുള്ള വിശ്വാസം മൂലം ഇവിടെ അപസ്മാരം, മാനസിക പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ മോചനം നേടാൻ ഒരുപാട് വിശ്വാസികൾ വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ പള്ളി ഒന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. റിനോവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷേ പഴമയുടെ ആ ഒരു ഭംഗി അതേപോലെ നിലനിർത്തിയാണ് അവർ റിനോവേഷനും നടത്തിയിരിക്കുന്നത് കേട്ടോ. കൊത്തുപണികളും ഈ തടിയിലുള്ള വർക്കുകളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തന്നെ. ഇത് പള്ളിയുടെ ഉൾവശമാണ് കേട്ടോ. ഇവിടെയാണ് കത്തനാരുടെ ശവകുടീരവും ഇരിക്കുന്നത്. അതായത് ഈ സൈഡിൽ കാണുന്നതാണ് കത്തനാരുടെ ശവകുടീരം. ഇതിൽ നമ്മൾ വലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ ഇത് പള്ളിയുടെ ബാക്കിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അത്തി, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മറ്റേ കുന്തിരിക്കത്തിൻ്റെ മരം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളി സെമിത്തേരി. പള്ളിയുടെ ബാക്കി വശത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ പോയോടം പള്ളി കാണാം. അതായത് കടമറ്റത്തച്ഛൻ മാന്ത്രിക വിദ്യകളും ധ്യാനവും ഒക്കെ ചെയ്തിരുന്നത് ആ പള്ളിയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. കടമറ്റത്തച്ഛൻ്റെ ശരിക്കുള്ള പേര് പൗലോസ് എന്നായിരുന്നു. കടമറ്റത്തച്ഛൻ ഒരു അനാഥനായിരുന്നു. അപ്പോൾ പേർഷ്യൻ പ്രീസ്റ്റ് ആയിരുന്ന മാർ ആവോ എന്ന വികാരിയായിരുന്നു കടമറ്റത്തച്ഛനെ ഈ പള്ളിയിലെ കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പിന്നീട് രണ്ട് സഭക്കാർ തമ്മിലുള്ള പ്രശ്നം മൂലമാണ് ഈ ഒരു ചെറിയ പള്ളി ഇവിടെ നിർമ്മിക്കുന്നത്. ഇവിടെ കുർബാനകൾ നടക്കാറുണ്ട്. അപ്പോൾ നമ്മളിതേ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേനും അൾത്താരയൊക്കെ തുറന്നു അവിടെ കുർബാന നടക്കുകയാണ്. 90 കാലഘട്ടങ്ങളിലാണ് അച്ഛൻ്റെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് പള്ളിക്കകത്തു നിന്ന് തന്നെ. അത് ടൈൽസ് പണിക്ക് വേണ്ടിയിട്ട് പൊളിക്കുന്ന സമയത്താണ് ഈ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. അപ്പോഴാണ് പള്ളിക്കുള്ളിലായിരുന്നു എന്ന് മനസ്സിലായതും പിന്നീട് അത് ശവകുടീരമായിട്ട് അവിടെ തന്നെ അത് സ്ഥാപിക്കുകയും ചെയ്തത്. ജാതി മതഭേദമന്യേ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ഈ ഒരു പള്ളിയിൽ വരാറുണ്ട്. എല്ലാവരും വന്ന് മെഴുകുതിരിയും ഒക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് മെഴുകുതിരി കത്തിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്ന പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. സിനിമ നടന്മാരും അങ്ങനെ ഒരുപാട് പേര് വന്നു പോകാറുള്ള ഒരു പള്ളിയും കൂടെയാണിത്. അപ്പോൾ ഇതാണ് പോയോടം പള്ളി. ഇവിടെയാണ് അച്ഛൻ മാന്ത്രിക വിദ്യകളൊക്കെ ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടൊരു പാതാള കിണറൊക്കെ ഉണ്ട്. അതിൽ കൂടെ രാത്രിയിൽ ഇറങ്ങിപ്പോയിട്ടാണ് മാന്ത്രിക വിദ്യകൾ അദ്ദേഹം അഭ്യസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ആ ഒരു പാതാള കിണർ എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഗ്ലാസ്സൊക്കെ ഇട്ടിരിക്കുവാണ്. കുറച്ച് നാൾ മുന്നേ ഞാൻ വന്നപ്പം ഇത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് താഴെയായിരുന്നു. ഇതിപ്പോൾ കുറച്ച് മേളോട്ട് അവർ പണിത് ഇപ്പോൾ പള്ളിയുടെ ആ ഒരു സൈഡിൽ തന്നെയായി. നേരത്തെ ഇത് പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് പോകുന്ന ഒരു വഴിക്കായിരുന്നു കേട്ടോ. പുതുക്കി പണിയുന്നതിൻ്റെ കൂട്ടത്തിൽ കിണർ കുറച്ചുകൂടെ കെട്ടി മേളോട്ട് പൊക്കിയെടുത്തതാണ് കേട്ടോ. അപ്പം താഴെയായിരുന്നു നേരത്തെ ഈ കിണർ. എന്നിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അപ്പം ഇവിടെയാണ് ഓരോ നേർച്ചകളൊക്കെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നേർച്ചയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അതിലാണ് എല്ലാവരും പൈസയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അതിലേക്ക്, കാണിക്ക വഞ്ചി പോലെ തന്നെ. അപ്പം ഇതാണ് പള്ളിയുടെ ഒരു സൈഡ് വശം എന്ന് പറയുന്നത്. ഇവിടുന്ന് പിന്നെ സൈഡിലേക്ക് താഴേക്ക് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. ആ വഴിയിലായിരുന്നു നേരത്തെ ഈ കിണർ ഇരുന്നത്. ഇപ്പോൾ അത് അവർ മുകളിലോട്ട് കെട്ടിപ്പൊക്കിയതാണ് കേട്ടോ. ഈ ഒരു വഴിയായിരുന്നു. ഈ വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. ഞാൻ ലാസ്റ്റ് ഒരു തവണ വന്നപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു താഴ്ഭാഗമൊക്കെ. ഈ താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് ഓരോ വഴിപാടുകളൊക്കെ നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് കോഴിയൊക്കെ കുരുതി കൊടുക്കുന്നത് പോലെയുള്ള ഓരോ ചടങ്ങുകളും അതിൻ്റെയൊക്കെ പ്രത്യേക ഒരു സമയമുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഇവിടെ വെച്ചാണെന്ന് തോന്നുന്നു നടക്കുന്നത്. പിന്നെ നമ്മൾ മേളിൽ കണ്ട ആ കിണറിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ കാണുന്നത്. നേരത്തെ ഇവിടെയായിരുന്നു കിണർ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ മേളോട്ട് കെട്ടിപ്പൊക്കി ഇങ്ങനെ ആക്കിയിരിക്കുകയാണ് കേട്ടോ.
അപ്പം ഈ ഒരു ഭാഗത്ത് വെച്ചാണ് എന്തൊക്കെയോ വഴിപാടുകളും നേർച്ചകളും കുരുതികളും ഒക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തപ്പെടുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഇത് കണ്ടിട്ട് തന്നെ എന്തോ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക.